ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 100 പേരുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂലൈ 5 ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന 3 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത്. ഒന്ന്, വിജ്ഞാനികളെക്കാൾ അധികം ദൈവത്തെ അറിയുന്നത് ശിശു സഹജമായ ജീവിതം നയിക്കുന്ന ആളുകളാണ്, ശിശുക്കളാണ് എന്ന്. രണ്ടാമതായിട്ട്, പീഡിതർക്കും തളർന്നവർക്കും താങ്ങായി ദൈവം കൂടെയുണ്ട്. അവരെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, അതാണ് നമ്മുടെ യേശു. മൂന്നാമതായി, ഞാൻ സൗമ്യശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങളിൽ നിന്ന് പഠിക്കുവിനെന്ന് പറയുന്ന ഈശോയെ ക്രൈസ്തവ ജീവിതത്തിൽ എല്ലാവരും അനുധാവനം ചെയ്യേണ്ടി വരും. ഇന്നത്തെ സുവിശേഷത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാചകം, അത് എല്ലാ ക്രൈസ്തവ ഭവനങ്ങളുടെയും ചുവരിൽ എഴുതി വെക്കേണ്ട ഒരു വാചകമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ദൈവത്തെ കൂടെ പിടിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ എപ്പോഴും ദൈവം കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല നിന്നെ ഞാൻ. ഒരു പഴയ ക്രിസ്തീയ ഗാനത്തിൻ്റെ ചില വരികളാണിത്. തിരുവല്ലയിൽ പണ്ട് ജോസഫ് എന്ന ഒരു ഉപദേശി ജീവിച്ചിരുന്നു. ജീവിക്കാൻ വേണ്ടി സുവിശേഷം പറഞ്ഞിരുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് സുവിശേഷം പറയാൻ വേണ്ടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഇദ്ദേഹത്തിന് തൻ്റെ വാടക വീടിൻ്റെ വാടക കൊടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഉടമസ്ഥൻ അയാളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. 2-3 തവണ അവധി കൊടുത്തിട്ടും ഉപദേശിക്ക് ആ വാടക വീടിൻ്റെ വാടക കുടിശ്ശിക കൊടുത്തീർക്കാൻ സാധിച്ചില്ല. ഒരു ദിവസം നിർബന്ധിച്ച് അതിൻ്റെ ഉടമസ്ഥൻ അയാളെ പുറത്തുവിട്ടു. അങ്ങനെ മക്കളെയും ഭാര്യയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ നാട്ടിലെ ഒരു ബസ് സ്റ്റോപ്പിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെ ഉള്ളിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പച്ചൻ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടു എന്ന്. എന്നാൽ അവരെങ്ങനെ അവിടെ കാത്തിരിക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ കാറ് കടന്നു പോവുകയാണ്. ആ കാറിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ഉപദേശിയോട് ചോദിക്കുന്നു, ഇതെങ്ങോട്ട് പോകുന്നു? ഉപദേശി കണ്ണീരോടുകൂടി തൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ 2 മക്കളാണ്, അവർ 2 വലിയ വീടുകൾ പണിതിട്ടുണ്ട്, അതിനടുത്ത് തന്നെ ചെറിയൊരു ഔട്ട് ഹൗസും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഔട്ട് ഹൗസിൽ താമസിക്കാം. അങ്ങനെ ഈ ഉപദേശി അയാളുടെ വാക്ക് കേട്ടുണ്ട് അയാളോടൊപ്പം അയാളുടെ കാറിൽ തന്നെ കയറി ഈ ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നു 2 മുറിയും ഒരടുക്കളയുമുള്ള ഒരു കൊച്ചു വീട്. ഉപദേശി കരുതി അതെങ്കിൽ അത് അവിടെ സമാധാനത്തോടെ ജീവിക്കാമെന്ന്. ഉപദേശിയും കുടുംബവും ആ ഭവനത്തിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ധനാഢ്യനായ മനുഷ്യൻ തിരിഞ്ഞു ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? എൻ്റെ മക്കൾ പണിത ആ പുതിയ 2 വീടുകളിൽ ഏതെങ്കിലും ഒന്നിൽ താമസിച്ചൂടെ? അവരിപ്പോഴൊന്നും വരികയില്ല, ആ വീട് വെറുതെ കിടക്കുകയാണ്, നിങ്ങൾ ആ വലിയ വീട്ടിലേക്ക് താമസം മാറിക്കൊള്ളൂ.
അന്ന് രാത്രി ആ ഉപദേശി എഴുതിയ വാക്കുകളാണിത്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല നിന്നെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് എത്രയോ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ എഴുതിയ വരികൾ ഇപ്രകാരമാണ്: ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക, അഹങ്കാരമില്ലാതെ അവനോട് ചേർന്ന് നിൽക്കുക, അതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത. ഒരു ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് തന്നെയാണ്. നമ്മൾ ദൈവത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കും. പണ്ടെല്ലാം കർഷകർ നിലമുഴുകാനായി കാളകളെ മേടിക്കുമ്പോൾ ഒരു വലിയ കാളയെയും, അതായത് നല്ല ശക്തിയുള്ള ഒരു കാളയെയും, അതുപോലെ തന്നെ അധികം പരിചയമില്ലാത്ത ഒരു കാളക്കുഞ്ഞിനെയും മേടിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ നിലമുഴുകാനായിട്ട് വയലിലേക്ക് അവ ഇറക്കി വിടുന്നത്. തൻ്റെ കഴുത്തിലിരിക്കുന്ന വലിയ നുകം പേറിക്കൊണ്ട് വലിയ കാള നടക്കും. കുഞ്ഞു കാള അതിൻ്റെ കൂടെ വെറുതെ അവൻ്റെ ആ നുകം പേറിക്കൊണ്ട് നടന്നാൽ മതി. വലിയ കാളയാണ് എല്ലാം വഹിക്കുന്നത്. കുഞ്ഞു കാള അവന് ചുറ്റും അവൻ്റെ കൂടെ നടന്നാൽ മാത്രം മതി. ജോലികളും കഷ്ടതയുമെല്ലാം വലിയ കാളയ്ക്കാണ്. വലിയ കാളയ്ക്ക് അതിലൊരു പരാതിയുമില്ല. കാരണം അവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് അവന് നന്നായി തിരിച്ചറിയാം. ഇന്ന് ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നുകം സ്വീകരിക്കുക. ഈ നുകമെന്ന് പറയുന്നതാണ് ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, വേദനകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകൾ. ഇവയെല്ലാം നീ ഒറ്റയ്ക്കാണ് വഹിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നീ വീണു പോകും. എന്നാൽ നിന്നെ താങ്ങുന്ന, കരുതുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് വിശ്വാസം, അല്ലെങ്കിൽ ആത്മീയത, ആധ്യാത്മികത എന്നെല്ലാം പറയുന്നത്. ഈശോയിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ആ നീട്ടിയ കരങ്ങൾ കൊണ്ട് അവൻ പറയുന്ന ഈ വാക്കുകൾ ഹൃദയത്തിലേക്ക് എന്നും സ്വീകരിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.